നമസ്കാരം. നമ്മളെല്ലാം വിഷ്ണുവായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട്, മൂർത്തികളെയും പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട്, ഉപാസിക്കുന്നതിന് മുമ്പായിട്ട് ഗണപതിയെ സ്തുതിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഒരു ഗണപതിയെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ മലവാര മൂർത്തികളെ ഉപാസിക്കുന്നതിന് മുമ്പ് ഗണപതിയെ സ്തുതിക്കുന്ന ഒരു മലവാര മന്ത്രമുണ്ട്. അത് ഏതാണെന്ന് ഞാനിവിടെ ചൊല്ലിക്കേൾപ്പിക്കാം. ഓം കല്ലടിക്കോട്ടു മലവാരത്തു നിന്നും ഇളം പുലാവും തോന്നി കിഴക്കേ സമുദ്രത്തിൽ നിന്നും പടിഞ്ഞാറസ്തമന പർവ്വതത്തിന്മേൽ കൊമ്പും നീട്ടി നിൽക്കും ഒറ്റക്കൊമ്പൻ ഗണപതിയെ നിന്നെ ഞാൻ ധ്യാനിക്കുമ്പോൾ നീ എൻ്റെ വലതുഭാഗത്തു നിന്ന് എനിക്ക് സർവകാര്യങ്ങളിലും തുണയായി നിൽക്ക സ്വാമി, എൻ ഗുരുവിനാണേ സ്വാഹ. ഇതാണ് ആ മന്ത്രം. അപ്പോൾ മലവാര മൂർത്തികളുടെ ഉപാസനയ്ക്ക് മുമ്പ്, അല്ലെങ്കിൽ നമുക്കല്ലാതെയും ജപിക്കാം, എങ്കിലും അതിനു മുമ്പ് നമ്മൾ ചൊല്ലിയാൽ വളരെ പോസിറ്റീവായിട്ടുള്ള വിഘ്നങ്ങളെല്ലാം മാറ്റി നമ്മൾ ആ മൂർത്തിയിലേക്ക്, നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടാവും. എല്ലാവരും ഭഗവാൻ ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് ഉപാസന തുടങ്ങുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം ഗം ഗണപതയേ നമഃ. ഓം പൊന്നുണ്ണി വിഷ്ണുവായ ചാത്തൻ സ്വാമിയേ നമഃ.